ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ അവസാനത്തെ 2 വചനങ്ങൾ 92, 93 ഈ ആയത്തുകളാണ് ഇനി നമുക്ക് ഈ സൂറത്തിൽ നിന്ന് പാരായണം ചെയ്യാൻ അവശേഷിക്കുന്നത്. നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്ന പുതിയ പാഠഭാഗം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നമ്മൾ അൽ വഖ്ഫു വൽ ഇബ്തിദ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇവിടെ നാം പാരായണം ആരംഭിക്കുന്നത് വഅൻ അത്ലുവൽ ഖുർആൻ എന്നാകുമ്പോൾ അവിടെ പൂർണ്ണമായ ഒരു ആശയം നമുക്ക് ലഭിക്കുന്നില്ല. എന്ന് വെച്ചാൽ തൊട്ടു മുമ്പുള്ള വചനവുമായി വളരെയധികം ആശയപരമായും പദപരമായും ബന്ധമുള്ളതായ വചനമാണ് ഈ 92-ാമത്തെ വചനം. എന്ന് വെച്ചാൽ തഅല്ലുഖ് ലഫ്ളി വ മഅനവി, ഇത് രണ്ടും ശക്തമാണ് തൊട്ടു മുമ്പുള്ള വചനവുമായിട്ട്. അപ്പോൾ പാരായണം ആരംഭിക്കുവാൻ ഏറ്റവും നല്ലത് 91-ാമത്തെ വചനം മുതൽ ആരംഭിക്കുക എന്നതാണ്. ഇന്നമാ ഉമിർതു എന്ന് തുടങ്ങുന്ന വചനം മുതൽ നമ്മൾ ഓതുക. ഇത് നമസ്കാരത്തിലായിരുന്നാലും അല്ലാതെ ഓതുമ്പോഴുമൊക്കെ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൂർണ്ണമായ ഒരാശയം നമുക്ക് ലഭിക്കുക അങ്ങനെ പാരായണം ചെയ്യുമ്പോഴാണ്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ എന്നു പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ആശയപരമായ ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല. വീണ്ടും ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് പറയുന്നതാണ് 92-ാമത്തെ വചനത്തിലുള്ളതെങ്കിൽ തന്നെയും 91-ാമത്തെ വചനം പൂർത്തിയാക്കി നാം അവസാനിപ്പിച്ച് നമസ്കാരത്തിലൊക്കെ ആണെങ്കിൽ റുക്കൂഇൽ പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, ആശയം പൂർണ്ണമാണ്. എന്നാൽ ശേഷമുള്ള വചനവുമായിട്ട് ഇബ്തിദാ ചെയ്യുക എന്നത് അപൂർണമായി ഇരിക്കും. അതുകൊണ്ട് തൊട്ടു മുമ്പുള്ള വചനവുമായി അതിനെ ചേർത്ത് ഓതലാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. നമുക്ക് ഈ 2 വചനങ്ങളിലുള്ള തജ്വീദ് നിയമങ്ങൾ ശ്രദ്ധിക്കാം. വഅൻ അത്ലുവൽ ഖുർആൻ, വഅൻ ഇതിലുള്ള സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഹൽക്കിൻ്റെ ആദ്യാക്ഷരമായ ഹൽക്കിൻ്റെ ഹർഫുകളിലെ 1ാമത്തെ അക്ഷരമാണ് ഹംസ. വഅൻ അത്ലുവ എന്ന് വ്യക്തമാക്കി ഹംസകളൊക്കെ ഉച്ചരിക്കണം. വഅൻ അത്ലുവ എന്ന് തെറ്റായിട്ട് പലരും പറഞ്ഞു പോകും. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അത്ലുവ സാക്കിനത്തായ ത, അതിലെ ഹംസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസ് എന്നത് തായിനും മറ്റു പല അക്ഷരങ്ങൾക്കും നൽകപ്പെടുന്നതായ സിഫത്താണല്ലോ. അത്ലുവ, അത്ലുവ എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. അത്ലുവ എന്ന് തീരെ തായിൻ്റെ ഉച്ചാരണം ശബ്ദത്തിൽ വരാതിരിക്കുകയും ഉണ്ടാവരുത്. അപ്പോൾ അതിൻ്റെ ഹംസ ഫമൻ ഇഹ്തദ എന്നതിൽ ഇൽതിഖാഉ സാക്കിനൈൻ സംഭവിക്കുന്നതിനാൽ അതിൻ്റെ പരിഹാരമായി നൂനിന് കസ്റ നൽകി ഉച്ചരിക്കുകയാണ്. ഫമൻ ഇഹ്തദ ഫഇന്നമാ, ഈ പദത്തിൽ നൂൻ മുശദ്ദദയെ മണിക്കണം. ശദ്ദുള്ള നൂനിന് ഉന്നത്ത് കൊടുത്തുകൊണ്ട് ഫഇന്നമാ എന്ന് ഉച്ചരിക്കുക. യഹ്തദി, ഇഹ്തദ, യഹ്തദി, ഹ വ്യക്തമാക്കി ഉച്ചരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൽക്കിയ അക്ഷരമാണ്. പ്രത്യേകിച്ചൊരു ഉച്ചാരണ പരിശീലനമൊന്നും ആവശ്യമില്ലെങ്കിൽ തന്നെയും പലപ്പോഴും ആളുകൾക്ക് തെറ്റ് സംഭവിക്കാറുണ്ട്. ചിലരെങ്കിലും യഹ്തദി എന്ന് ഹ പോലെ പറഞ്ഞു പോകും. അത് സൂക്ഷിക്കേണ്ടതാണ്. യഹ്തദി ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി
ലിനഫ്സിഹി എന്നതിലെ ഹാ ദമീറിൽ വഖഫ് ചെയ്യുമ്പോൾ അതിനും സുക്കൂൻ, ലിനഫ്സിഹ് എന്ന് ഹാ വ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. പലരും ലിനഫ്സി എന്ന് മാത്രം ശബ്ദം കേൾക്കും, ഹാഇൻ്റെ ഉച്ചാരണം വ്യക്തമായി കേൾക്കുകയില്ല പലരുടെയും പാരായണത്തിൽ. അത് സൂക്ഷിക്കേണ്ടതാണ്. ചേർത്തോതുമ്പോൾ ലിനഫ്സിഹി വമൻ എന്ന് ഹാ ദമീറിന് മദ്ദുസ്സിലത്ത് സുഗ്റ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകേണ്ടതാണ്. വമൻ ضل ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. ശേഷം ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുന്ന ضادാണ് എന്നതുകൊണ്ടാണ് നൂനിൻ്റെ മണിക്കലിലും തഫ്ഖീം വേണ്ടി വരുന്നത്. വമൻ ضل ضادന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. നാവിൻ്റെ സൈഡിൽ നീളത്തിലാണ് അതിൻ്റെ മഖ്റജ്. ഇസ്തിതാല എന്നത് അതിൻ്റെ പ്രത്യേകമായ സിഫത്തുമാണ്. വമൻ ضل നാവിൻ്റെ സൈഡിൽ നിന്ന് ഉച്ചരിക്കുക. ഫഖുൽ ഇവിടെ ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. ഫഖുൽ എന്നതിലെ സാക്കിനത്തായ ലാമിന് ഇൽഹാറാണ്. ഫഖുൽ സാക്കിനത്തായ ലാമിന് ഇൽഹാർ കൊടുക്കണം. ഇൽഹാറുൽ ലാമി സാക്കിന്. ഫഖുൽ ഇന്നമ ഇപ്രകാരം ഖുൽ എന്നതിന് ശേഷം ലാമോ റാഓ, അതായത് ലാമുൽ ഫിഅൽ എന്നാണ് സാങ്കേതികമായി തജ്വീദിൽ ഇതിന് നൽകുന്ന പേര്. സാക്കിനത്തായ ലാം ഫിഅലിൽ വരുമ്പോൾ അത് മുത്തത്തറിഫത്തായി അന്ത്യത്തിലായി പദത്തിൻ്റെ അറ്റത്തിലായി വരുമ്പോൾ ശേഷം ലാമോ റാഓ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ഗാം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇൽഹാറാണ്, ശേഷമുള്ളത് ഹംസയാണ്. ഫഖുൽ ഇന്നമ നൂൻ മുശദ്ദദയെ മണിക്കുക. ആവർത്തിച്ചു വന്ന പദം ഇന്നമ അന മിനൽ മുൻദരീൻ. ഇന്നമ എന്നതിലെ അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിലുള്ള മദ് മുൻഫസിൽ ജായിസ് നൽകേണ്ടതാണ്. അനയിലെ അലിഫ് നാം ശ്രദ്ധിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക അടയാളം കൊടുത്തിട്ടുണ്ട്. വഖഫിൽ മാത്രമാണ് ആ അലിഫ് ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ സൂചന. വഖഫ് ചെയ്യുമ്പോൾ അന എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകണം. ചേർത്തോതുമ്പോൾ അന മിനൽ മുൻദരീൻ എന്ന് ഓതേണ്ടതാണ്. അൽ മുൻദരീൻ എന്നതിലെ സാക്കിനത്തായ നൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ഇവിടെയും മിനൽ മുൻദരീൻ എന്നതിൽ ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടിയാണ് നൂനിന് ഫത്ഹ കൊടുത്തിട്ടുള്ളത്. ചിലത് മാത്രമാണ് ഇൽത്തിഖാഉ സാക്കിനൈൻ്റെ പ്രത്യേകമായ കാര്യം നാം എടുത്തു പറയാറുള്ളത്. ചില ഭാഗങ്ങളിൽ മാത്രം. ഇൽത്തിഖാഉ സാക്കിനൈൻ എല്ലാം പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ടായിരിക്കും. ഇതുപോലെ വൻ അത്ലുവൽ ഖുർആൻ, അവിടെ യഥാർത്ഥത്തിൽ ഇൽത്തിഖാഉ സാക്കിനൈൻ ഇല്ല എന്നതാണ്. തലാ യത്ലൂ എന്ന് വാവിന് ദമ്മുണ്ടെങ്കിലും അൻ എന്ന നസ്ബിൻ്റെ അദാത്ത് മുദാരിഅ ഫീലിൻ്റെ മുമ്പിൽ പ്രവേശിച്ചതിനാൽ അൻ അത്ലുവ എന്ന് ഫത്ഹ് ളാഹിറാണ്. അവിടെ ഫത്ഹ് ളാഹിറാണ്. മറിച്ച് ഇൽത്തിഖാഉ സാക്കിനൈൻ്റെ പരിഹാരമായി വന്ന ഫത്ഹല്ല. ഇവിടെ ചാറ്റ് ബോക്സിൽ ആരോ ചോദിച്ചതിന് ഉത്തരമായിട്ട് ഞാൻ പറയുകയാണ്. അത്ലുവ എന്ന ഫത്ഹ് നസ്ബാണ്. മുദാരിഅ ഫീലുൻ മൻസൂബ്, ഫിഅൽ മുദാരിഅ മൻസൂബ് ബി അൻ, തൊട്ടു മുമ്പിൽ അൻ വന്ന കാരണത്താൽ നസ്ബ് വന്നിട്ടുള്ള മുദാരിഅ ഫിഅലാണ്. അതുകൊണ്ട് അവിടെ ഇൽത്തിഖാഉ സാക്കിനൈൻ ഇല്ല എന്നതാണ് ചോദ്യത്തിനുള്ള മറുപടിയായി പറയാനുള്ളത്. മിനൽ മുൻദിരീൻ വഖൂലിൽ ഹംദുലില്ലാഹ്. ഖാഫിന് തഫ്ഖീം കൊടുക്കുക. ആവർത്തിച്ച് വരുന്ന പദമാണ്. ഇവിടെ ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടിയാണ് ഖുൽ എന്ന ലാമിൻ്റെ സുക്കൂൻ മാറി കസ്ർ വന്നിട്ടുള്ളത്. അൽ ഹംദു ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വഖൂലിൽ ഹംദുലില്ലാഹി സയുരീകും. സയുരീകും സാക്കിനത്തായ മീമിനെ
ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. യുരീക്കും എന്നതിൽ റാഹിന് കസ്റായതുകൊണ്ട് തർക്കീഖാണ്. സയുരീക്കും ആയാതിഹി, ഇതിലുള്ള അന്ത്യത്തിലെ ഹ ദമീറിന് മദ്ദുസിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകണം. ഫതഅരിഫൂനഹ, പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ലെങ്കിലും എല്ലാ ഹർഫും കൃത്യമായി മഖ്റജിൽ നിന്ന് അവയുടെ സിഫത്തുകൾ പൂർത്തിയാക്കി ഉച്ചരിക്കുക. വമാ റബ്ബുക, റാഇന് തഫ്ഖീം കൊടുക്കണം, പൂർണ്ണമായ തടിപ്പിച്ചുകൊണ്ടുള്ള സ്വരഭാരത്തോടെയുള്ള ശബ്ദം നൽകുക. വമാ റബ്ബുക, മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കുക. ബിഗാഫിലിൻ, ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഗൈനിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക. ബിഗാഫിലിൻ, തൻവീനിനെ അമ്മ എന്ന് ശേഷം ഐന് വന്നതുകൊണ്ട് ഇൽഹാർ ഹൽക്കി നൽകി തൻവീനിനെ വെളിവാക്കുക. ബിഗാഫിലിൻ അമ്മ, അമ്മ ഇതിലുള്ള ശദ്ദുള്ള മീമിനെ മണിക്കുക 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ഗുന്ന നൽകി. അമ്മ തഅമലൂൻ എന്ന് പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إنما أمرت أن أعبد رب هذه البلدة الذي حرمها وله كل شيء وأمرت أن أكون من المسلمين وأن أتلو القرآن فمن اهتدى فإنما يهتدي لنفسه ومن ضل فقل إنما أنا من المنذرين وقل الحمد لله سيريكم آياته فتعرفونها وما ربك بغافل عما تعملون. കഴിഞ്ഞ വചനം 91-ാമത്തെ വചനം അവസാനിപ്പിച്ചത് നമുക്കറിയാം. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, അതിൻ്റെ തുടക്കം തന്നെ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ഈ നാടിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിംകളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാനും വേണ്ടി മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാനുള്ള ആ കൽപ്പന, അതാണ് ഈ വചനത്തിൻ്റെ അവസാനത്തിലായി നാം മനസ്സിലാക്കുന്നത്. അതിനോട് ചേർത്തുകൊണ്ട് വീണ്ടും അള്ളാഹു പറയുകയാണ്, വഅൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ തൊട്ടു മേലെയുള്ള വചനത്തിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ആത്ഫ്, ഇതിൻ്റെ ബന്ധം. വഅൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുവാനും വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലേക്കാണ് അത് മടങ്ങുന്നത്. അഥവാ സമൂഹത്തിന് മുമ്പിൽ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയും അതിലെ ആശയങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ ഉത്ബുദ്ധരാക്കുകയും അവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള ദൗത്യമാണ് എൻ്റെ മേൽ അർപ്പിതമായിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ഫമൻ ഇഹ്തദ, അങ്ങനെ ഈ ഖുർആൻ വചനങ്ങൾ കേട്ടുകൊണ്ട് ആര് സന്മാർഗം സിദ്ധിക്കുന്നുവോ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അവന് വേണ്ടി മാത്രമാണ് സന്മാർഗം സ്വീകരിക്കുന്നത്.
വമൻ ضل ആര് പിഴച്ചു പോകുന്നുവോ ഫഖുൽ അപ്പോൾ താങ്കൾ പറഞ്ഞുകൊള്ളുക ഇന്നമാ അന മിനൽ മുൻദിരീൻ നിശ്ചയമായും ഞാൻ മുൻദിരീങ്ങളിൽപ്പെട്ടവൻ മാത്രമാണ് എന്ന് പറയുക. അഥവാ എൻ്റെ ദൗത്യം എത്തിച്ചു തരിക, അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു തരിക എന്നത് മാത്രമാണ്. മുൻദിർ എന്നാൽ മുന്നറിയിപ്പുകാരൻ എന്നാണ് അർത്ഥം. ഞാൻ മുന്നറിയിപ്പുകാരിൽപ്പെട്ടവൻ മാത്രമാണ് എന്ന് പറയുക, താക്കീതുകാരിൽപ്പെട്ടവൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവശ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ നിർബന്ധിച്ച് ഈ സന്ദേശം സ്വീകരിക്കണം, ഇസ്ലാം ഉൾക്കൊള്ളണം എന്ന് ഒരു നിർബന്ധം ചെലുത്തേണ്ട ബാധ്യത എനിക്കില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്ന ബാധ്യതയും ഉത്തരവാദിത്വവും മാത്രമാണ് എനിക്കുള്ളത്. ഫഇന്നമാ അലൈക്കൽ ബലാഗു വഅലൈനൽ ഹിസാബ്, അതുപോലെ അൽ ബലാഗു വഅലൈക്കൽ ബലാഗുൽ മുബീൻ തുടങ്ങിയ ധാരാളം വചനങ്ങൾ ഇതേ ആശയം നമുക്ക് നൽകുന്നതായി കാണുവാൻ സാധിക്കും. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എത്തിച്ചു തരിക എന്ന ഉത്തരവാദിത്തം മാത്രമാണുള്ളത് എന്ന്. അപ്പോൾ ആര് സ്വീകരിക്കുന്നുവോ അവൻ സ്വീകരിക്കുന്നത് അവൻ തന്നെ ഗുണകരമായിട്ടാണ്. ഫഇന്നമാ യഹ്തദീ ലിനഫ്സി ആര് പിഴച്ചു പോകുന്നുവോ അതിൻ്റെയും ദോഷം അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് പഠിപ്പിക്കുകയാണ്. വഖുലിൽ ഹംദുലില്ലാ വീണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന താങ്കൾ പറയുക പ്രവാചകരെ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സയുരീക്കും ആയാതിഹി അവൻ നിങ്ങൾക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരുന്നതാണ്. വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തങ്ങൾ അല്ലേ. ഫീ കുല്ലി ആയത്തിൻ ലഹു ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു എന്ന് ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, ജാഹിലിയ കവിയായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ വസ്തുവിലും അള്ളാഹു ഏകനാണെന്നതിനുള്ള തെളിവുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരുന്നതാണ്. ഫതഅരിഫൂനഹ അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കും, കണ്ട് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും, നിങ്ങളതിനെ മനസ്സിലാക്കുന്നതായിരിക്കും ആ ദൃഷ്ടാന്തങ്ങൾ. വമാ റബ്ബുക ബിഗാഫിലിൻ നിന്റെ നാഥൻ അശ്രദ്ധനായിട്ടില്ല, അവൻ അശ്രദ്ധനല്ല. അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. അവിടെ മറ്റു പല മുതവാത്തിറ ഖിറാഅത്തിലും വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എന്നും ഖിറാഅത്ത് വന്നിട്ടുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. വഖുലിൽ ഹംദുലില്ലാഹി സയുരീകും ആയാതിഹി ഫതഅരിഫൂനഹാ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ബാറകല്ലാഹു ഫീക്കും.